നമ്മളെ ഗായിക അമൃതയില്ലേ, ബാലേൻ്റെ പഴയ ഭാര്യ, ഒരിപ്പോൾ ചാനലെല്ലാം വന്നിരുന്നിട്ട് പറയുന്നുണ്ട് ബാല കുട്ടിയുടെ പേരിലുള്ള ഇൻഷുറൻസ് തുക പിൻവലിച്ച് 10 ലക്ഷം രൂപ എങ്ങാനും പിൻവലിച്ച് അതിനെതിരെ കേസ് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് ഈ അമൃത തന്നെയല്ലേ കുറച്ച് ദിവസം മുന്നേ വന്നിട്ട് മകളെയും കൂട്ടി ഇരുന്നിട്ട് ലൈവ് ചെയ്തിട്ട് പറഞ്ഞ് ബാലയുടെ വേറൊന്നും നമുക്ക് വേണ്ട, മനസമാധാനം വേണ്ടേ, പൈസ ഒന്നൊരു വിഷയമല്ല, മനസമാധാനം മാത്രം മതി, ബാല നമ്മളൊക്കെതിരെ ഇങ്ങനെ ഇടുന്ന വീഡിയോസ് ഇനി ഇങ്ങനെ സംസാരിക്കുന്നത് നിർത്തണം എന്നെല്ലാം പറഞ്ഞ് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞ്. ഇപ്പം നിങ്ങൾ ഈ 10 ലക്ഷം രൂപേൻ്റെ പേരിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി മനസമാധാനം തിരിച്ചു വരുക കിട്ടുമോ നിങ്ങൾക്ക് അമൃത? എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ മൂപ്പറിപ്പം 4ാമത് അങ്ങനെ ഒരു കല്യാണം കഴിച്ചിട്ട് ആ ഒരു ലൈഫായിട്ട് അങ്ങനെ പോകുന്നു. ഇല്ലെങ്കിൽ തന്നെ ഒരു 5 പൈസേൻ്റെ കുറവാന്ന് മൂപ്പർക്ക് നിങ്ങൾക്ക് അറിയാലോ. ഇനിയിപ്പം ഇതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ ഒരങ്ങ് തുടങ്ങും സോഷ്യൽ മീഡിയ കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാട്ടുകാരുടെ മനസ്സമാധാനവും പോകും, നിങ്ങളെ മനസ്സമാധാനം ഓൾറെഡി പോയി കിട്ടീനി. കാരണം നിങ്ങൾ ഈ പറഞ്ഞതിൻ്റെ അടിയിൽ വീഡിയോൻ്റെ അടിയിൽ വരുന്ന കമൻറ്റ് നിങ്ങൾ എന്തായാലും നോക്കും എനിക്കറിയാം. അത് നോക്കുമ്പോൾ നിങ്ങൾക്കെതിരെയായിരിക്കും ഒരു 80% കമൻറ്റും. നിങ്ങൾക്ക് അതോടുകൂടി ആദ്യം നിങ്ങൾ മാനസികമായ ബുദ്ധിമുട്ടാവും. ബാലയാണെങ്കിൽ ഇതിൻ്റെ പേരിൽ അങ്ങ് ഇറങ്ങും സോഷ്യൽ മീഡിയ കത്തിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഇതോടെ എന്താവും? ഇപ്പം നിങ്ങളെ മനസ്സമാധാനവും പോവും, നാട്ടുകാരുടെ മനസ്സമാധാനം പോവും. ഇനി പിന്നെ യൂട്യൂബ് തുറക്കാനും കഴിയില്ല, TV ചാനൽ തുറക്കാനും കഴിയില്ല, ഫേസ്ബുക്കും തുറക്കാൻ കഴിയില്ല, ഇൻസ്റ്റയും തുറക്കാനും കഴിയില്ല സാധാരണക്കാരന്. കാരണം മനസ്സമാധാനം ഇല്ലാണ്ടായി, നിങ്ങളെ മനസ്സമാധാനവും പോയി, നിങ്ങൾ നാട്ടുകാരുടെ മനസ്സമാധാനവും കളഞ്ഞു. 10 ലക്ഷം രൂപ എൻ്റെ എല്ലാ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് 10 ലക്ഷം ഒന്നും അമൃതക്കൊരു വിഷയമല്ല. കാരണം അത് നിങ്ങളെ പൈസ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. എന്നാലും ഞാൻ പറയുന്നത്, കാരണം നിങ്ങൾക്ക് മനസ്സമാധാനം വേണമെങ്കിൽ നിങ്ങൾ ഈ 10 ലക്ഷം രൂപ അങ്ങ് കല്ല് വിലയായി കളയണേനു. ഓക്കെ.